ഓക്കെ, ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HTML ആൻഡ് CSS. അതിനകത്ത് കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആൾറെഡി നമ്മൾ HTML CSS നമ്മുടെ മോഡ്യൂൾ 8 വരുന്നതാണ്, നമ്മൾ കുറച്ച് നോക്കിയായിരുന്നു. അതിലെ MCQ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ PSC ആൾറെഡി ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, എക്സ്ട്രാ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഈ ക്വസ്റ്റ്യൻസ് write the HTML tag to select the hyperlink color to red. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിക്കാറുണ്ട്. കാരണം കോഡ് ഇതാണ് ടെക്നിക്കൽ എക്സാം ആയതുകൊണ്ട്, ITCSM ടെക്നിക്കൽ എക്സാം ആയതുകൊണ്ട് അതിനകത്ത് കറക്റ്റ് ആയിട്ട് കോഡിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. കോഡിൽ നിന്ന് കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, HTML tag set the hyperlink color to red. ഹൈപ്പർ ലിങ്ക് ആൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹൈപ്പർ ലിങ്ക് എന്താണെന്ന്, ഹൈപ്പർ ലിങ്ക് അല്ലെ, ഹൈപ്പർ ലിങ്ക് ആങ്കർ ടാഗ് ആണ് ഹൈപ്പർ ലിങ്കിൽ വരുന്നത്. അപ്പൊ അതെങ്ങനെ യൂസ് ചെയ്യും, ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചു. ഓപ്ഷൻ എ ആണോ? എ ആൻഡ് കളർ ഇസ് ഈക്വൽ ടു റെഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ കളർ പറയുന്നുണ്ട് റെഡ്. അപ്പൊ ഓർക്കേണ്ടത് ഈ റെഡ് ഇങ്ങനെയും നമുക്ക് വരാം, ഈ മോഡൽ റെഡ് അല്ലെങ്കിൽ ഗ്രീൻ ബ്ലൂ ഒന്നും യൂസ് ചെയ്യാം. ഇല്ല എങ്കിൽ ഇതിനകത്ത് നമ്മൾ ഹെക്സാഡെസിമൽ ഫോമാറ്റ്സ് F0 ഇങ്ങനെയും യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ അത് ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ വന്നേക്കുന്നത് ഈ ക്വസ്റ്റ്യൻ ഇതിൽ ഏതാ ഓപ്ഷൻ, ഏതാണ് ഓപ്ഷൻ? കറക്റ്റ് ആൻസർ ഏതാ? ഇതാണോ കറക്റ്റ് ആൻസർ? ഇതാണോ കറക്റ്റ് ആൻസർ? അല്ലെങ്കിൽ ബോഡി ലിങ്ക് റെഡ്, ഹൈപ്പർ ലിങ്ക് ആണ്. HTML tag to set the hyperlink color to red എവിടെയാണെന്നൊന്നും പറയുന്നില്ല, ടെക്സ്റ്റിലൊന്നും ഒന്നും പറയുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് ഹൈപ്പർലിങ്ക് കളർ ടു റെഡ്. അപ്പൊ ഏതായിരിക്കാം? ബോഡി എ ലിങ്ക് റെഡ് ഉണ്ട്. ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി നോക്കി, ബോഡി ലിങ്ക് റെഡ്. ബോഡി ലിങ്ക് റെഡ് ആണ്. കാരണം ഓർക്കുക, ഇവിടെ സ്മാൾ ലെറ്റർ തന്നിട്ടുണ്ടെങ്കിലും അത് കറക്റ്റ് ആണ് കേട്ടോ. കാരണം HTML ഈസ് നോട്ട് കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ് ആണ്. HTML ഈസ് നോട്ട് കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ്. സോ ഇവിടെ നമുക്ക് ക്യാപിറ്റൽ യൂസ് ചെയ്യാം, ടാഗ് സ്മാൾ ലെറ്റർ യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാ? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ലിസ്റ്റിലെ ഓർഡേർഡ് ലിസ്റ്റ് ഉണ്ട്, അൺഓർഡേർഡ് ലിസ്റ്റ് ഉണ്ട്. അപ്പൊ ഓർഡേർഡ് ലിസ്റ്റും അൺഓർഡേർഡ് ലിസ്റ്റിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ്സ് ഉണ്ട്. അപ്പൊ അത് ഓർത്തിരിക്കുക. ഇവിടെ നോക്കിയേ, ഇൻ an ordered list starting at D with the letter number, then attributes would be. അപ്പൊ ആട്രിബ്യൂട്ട്സ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആട്രിബ്യൂട്ട്സ് നമ്മൾ HTML പഠിക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഓരോ ടാഗിനും ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഇപ്പൊ ഇമേജ് ടാഗ്, ഫോംസ് ടാഗ്, അപ്പൊ ഓരോ ടാഗിനും കറക്റ്റ് ആയിട്ട് എന്തുണ്ട്? ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നോക്കുക. അപ്പൊ ഇവിടെ ഈ an ordered list starting D letter numbering attributes would be. ആട്രിബ്യൂട്ട്സ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആട്രിബ്യൂട്ട്സ് ഏതായിരിക്കും? ആട്രിബ്യൂട്ട്സ് ഓക്കെ, സ്റ്റാർട്ട് ഈസ് ഈക്വൽ ടു ഡി. സ്റ്റാർട്ടും പറയുന്നുണ്ട്, ഡി എന്നാണ് പറയുന്നുണ്ട്. അപ്പൊ അത് നോക്കുക. അപ്പൊ എല്ലാത്തിലും കൊടുത്തിട്ടുണ്ട് ഡി. പിന്നെ ഒരു കാര്യം നോക്കേണ്ടത്, ഓർഡേർഡ് ആണ്. ഓക്കെ, അവിടെ ഫോർം ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓർഡേർഡ് ആണ്. ടൈപ്പ് എ ഇതിവിടെ ടൈപ്പ് ആയി, പക്ഷെ ഇവിടെ ചേഞ്ച് വരുന്ന നോക്കിയുണ്ട് 4D. അപ്പൊ ഇതിലേതാ കറക്റ്റ് ആൻസർ വരുന്നത്? ഏതായിരിക്കും ഓപ്ഷൻ? യെസ്, ഓപ്ഷൻ ഡി ആണ്. അവിടെ നോക്കി, കാരണം സ്റ്റാർട്ട് ഡി ഉണ്ട്, ടൈപ്പ്, കാരണം ടൈപ്പ് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യനിൽ നോക്കിയാൽ മനസ്സിലാവും. വൺ സെക്കൻഡ്, യെസ് ആണോ? The attributes would be starting D with the letter numbering. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Set the background image sky. ഇമേജ് നെയിം തന്നിട്ടുണ്ട് sky.jpg. നോ ഇഷ്യൂ, അവിടെ വേറെ എറർ ഒന്നുമില്ല.
ബാക്ക്ഗ്രൗണ്ട് കളർ ടു sky.jpg ഫോർ എ പേജ്. ദ കറക്റ്റ് HTML ഏതാണ്? ഇതിലെ കറക്റ്റ് HTML ഏതാണ് കറക്റ്റ് HTML? ശ്രദ്ധിച്ച് നോക്കുക, സോഴ്സ് ഒക്കെ നോക്കുക. ഒരു ഇമേജ് നമുക്ക് ഇമേജ് ടാഗിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് ഓർക്കുക. SRC യൂസ് ചെയ്യും. ദെൻ ഡെസ്റ്റിനേഷൻ ഉണ്ട്, IMG ഉണ്ട്, SRC സീക്രട്ട് sky.jpg ഉണ്ട്, ബോഡി SRC sky.jpg ഉണ്ട്, ബോഡി JPG high ഉണ്ട്. നെക്സ്റ്റ് ഇമേജ് ബാക്ക്ഗ്രൗണ്ട് sky.jpg ഉണ്ട്, ബോഡി ബാക്ക്ഗ്രൗണ്ട് sky.jpg ഉണ്ട്. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അതെന്താണ് നോക്കി? ഓപ്ഷൻ ഡി. അതെന്താ ഓപ്ഷൻ ഡി വരാൻ കാരണം എന്ന് പറഞ്ഞുതരാം. ഓപ്ഷൻ ഡി, യെസ്, ഓപ്ഷൻ ഡി നോക്കിയേ. ഇതിനകത്ത് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് ഇത് രണ്ടേ ഉള്ളൂ, ആണല്ലോ. അപ്പൊ ഇത് രണ്ടും അല്ല, ഇതല്ല, ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ബാക്ക്ഗ്രൗണ്ടിൽ രണ്ടെണ്ണേ പറയുന്നുള്ളൂ ബാക്ക്ഗ്രൗണ്ട്. ഏതാണ്? ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡി മാത്രമേ ബാക്ക്ഗ്രൗണ്ട് പറയുന്നുള്ളൂ, ആണല്ലോ. ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും ആണ് എന്താണ് ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ നോക്കി, ബോഡി IMG ബാക്ക്ഗ്രൗണ്ട്, നെക്സ്റ്റ് വരുന്നത് ബോഡി ബാക്ക്ഗ്രൗണ്ട് ആണ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ബോഡി ബാക്ക്ഗ്രൗണ്ട് ആണ്, അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ആട്രിബ്യൂട്ട്സ് frame which attributes frame prevent user from resizing borders? Prevent users from resizing. കോഡിംഗ് അല്ല, അല്ലാതെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. which attributes is a frame prevent user from resizing border? അത് പ്രിവെന്റ് ചെയ്യുന്ന ആട്രിബ്യൂട്ട്സ് ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആട്രിബ്യൂട്ട്സ് ആണ് ഫ്രെയിമിനകത്ത് വരുന്ന ആട്രിബ്യൂട്ട്സിന്. അതിൽ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? സ്ക്രോളിംഗ് ആണോ, നോ റീസൈസ് ആണോ, മാർജിൻ വിഡ്ത്ത് ആണോ, നെക്സ്റ്റ് മാർജിൻ ഹൈറ്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതായിരിക്കാം കറക്റ്റ് ആൻസർ? ഏതാണ് ഓപ്ഷൻ? യെസ്, ഓപ്ഷൻ ഡി ആണ്. കാരണം നോ റീസൈസ് ആണ്. അവിടെ തന്നെ പറയുന്നുണ്ട് പ്രിവെന്റ് യൂസർ ഫ്രം റീസൈസിങ്. അങ്ങനെ വരുമ്പോൾ എന്താണ്? നോ റീസൈസ്. അതാണ് പ്രിവെന്റ് യൂസർ ഫ്രം നോ റീസൈസ്. കാരണം ഹൈറ്റ് അല്ല, ഹൈറ്റ് ആണെങ്കിൽ നമുക്ക് ഫ്രെയിമിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ദെൻ സ്ക്രോളിംഗ് അല്ല, മൂവിംഗ് അല്ല, ദെൻ വിഡ്ത്തും ഹൈറ്റും എന്തായാലും അല്ല, അല്ലെ? അപ്പൊ പിന്നെ വരുന്ന നോ റീസൈസ് ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ്. യെസ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. CSS stands for ഏതാ ചോദിച്ചിരിക്കുന്നത്? CSS stands for ഏതായിരിക്കാം കറക്റ്റ് ആൻസർ? CSS ആൾറെഡി നമ്മൾ പഠിച്ചു അല്ലെ? നമ്മുടെ HTML-നകത്ത് ഈ ഡിസൈൻ ചെയ്യുന്നത് CSS പേജിലാണ്. 3 types of CSS കൊണ്ടൊന്ന് പഠിച്ചു. ഇതിലെ CSS-ന്റെ എക്സ്പാൻഷൻ ഏതാ? കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് ഉണ്ട്. നെക്സ്റ്റ് കമ്പ്യൂട്ടർ സിസ്റ്റം സ്റ്റൈൽ ഉണ്ട്. കാസ്കേഡിംഗ് സ്റ്റൈൽ സിസ്റ്റം ഉണ്ട്. നെക്സ്റ്റ് നൺ ഓഫ് ദീസ് ഉണ്ട്. ഏതാണ്? ഓപ്ഷൻ എ ആണോ? ഓപ്ഷൻ ബി ആണോ? ഓപ്ഷൻ എ അല്ലേ? യെസ്, കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്, നോ ചേഞ്ച് അല്ലെ? ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്, ഓപ്ഷൻ എ, കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. ഇത് ഓർത്തിരിക്കുക. ഇവിടെ ചിലപ്പോൾ സ്പെല്ലിംഗ് മാറ്റി വേണമെങ്കിലൊക്കെ ചോദിക്കാം, ഇല്ലെങ്കിൽ ഷീറ്റിന് പകരം വേറെ എന്തെങ്കിലും ചോദിക്കാം, സ്റ്റൈലിന് പകരം വേറെ എന്തെങ്കിലും ചോദിക്കാം, കേട്ടോ. ഓക്കെ, സിക്ക് പകരം അവിടെ ഓപ്ഷൻ ഉണ്ടായിരുന്ന കമ്പ്യൂട്ടർ എന്ന് വേണമെങ്കിൽ ചോദിക്കാം, അല്ലെ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, ഈ ക്വസ്റ്റ്യൻ. Which of these following is not a CSS selector? CSS selector അല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. Which of the following is not a ക്വസ്റ്റ്യൻ നോക്കുക. is a selector എന്നുണ്ടാവും, അല്ലെങ്കിൽ not a selector. not a CSS selector ഏതാ? യൂണിവേഴ്സൽ സെലക്ടർ ആണോ? സ്റ്റാർ ആണ് അവിടെ യൂസ് ചെയ്ത സിമ്പിൾ. യൂണിവേഴ്സൽ സെലക്ടർ ആണോ? ID സെലക്ടർ ആണോ? ക്ലാസ് സെലക്ടർ ആണോ? ഡോട്ട് യൂസ് ചെയ്യുന്ന ക്ലാസ് സെലക്ടർ ആണോ? നെയിം വെച്ച് വിളിക്കുന്ന സെലക്ടർ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഈ CSS-നകത്ത് ചെയ്യുന്ന
CSS ചെയ്യുന്ന ഡിസൈനിലെ HTML-നകത്തുള്ള നെയിം നമ്മൾ ടാഗ് വിളിക്കാറില്ലേ, ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡോട്ട് ഇട്ട് വിളിക്കാറില്ല, അല്ലെങ്കിൽ സ്റ്റാർ ഇട്ട് വിളിക്കാറില്ലേ? അത് അവിടെ നിന്ന് ചോദിച്ച ക്വസ്റ്റൻ ആണ് കേട്ടോ. യൂണിവേഴ്സൽ സെലക്ടർ ആണോ, ID സെലക്ടർ ആണോ, ക്ലാസ് സെലക്ടർ ആണോ, നെയിം സെലക്ടർ ആണോ? ഓർക്കുക, നോട്ട് എ സെലക്ടർ ആണ്. നോട്ട് എ സെലക്ടർ, നെയിം എന്നാ ഇല്ല. അതല്ല ഓപ്ഷൻ. ഓപ്ഷൻ യെസ്, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി, നെയിം സെലക്ടർ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, then next question. Yes, 3 types of, നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു, ഡിസ്കസ് ചെയ്തു. 3 types of അല്ലെ, 3 types of linking പഠിച്ചു. 3 types of linking പഠിച്ചു. അപ്പൊ ഈ ഇവിടെ കൊടുത്തേക്കുന്നത് ഏത് ടൈപ്സ് ഓഫ് ലിങ്കിങ് ആണ്? CSS നെ നമുക്ക് 3 മെത്തേഡിൽ ലിങ്ക് ചെയ്യാം. ഇതിൽ ഏത് ടൈപ്പ് ആണിത്? ഇൻലൈൻ ആണോ, എക്സ്റ്റേണൽ ആണോ, ഇന്റേണൽ ആണോ? നൺ ഓഫ് ദീസ് അബോ. ഇത് 3 ഉള്ളൂ നമുക്ക്, അല്ലെ? ഇത് 3 ആയേ ഉള്ളൂ. അപ്പൊ ഇതിൽ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ഇൻലൈൻ ആണോ? എക്സ്റ്റേണൽ എന്ന് പറയുന്നത് എന്താണ്? എക്സ്റ്റേണൽ CSS-ഉം HTML-ഉം സെപ്പറേറ്റ് നോട്ട് പെയ്ഡ്, അല്ലെ? നോട്ട് പെയ്ഡിനകത്ത് ചെയ്തിട്ട് നമ്മൾ CSS-ന് എന്ത് ചെയ്യുന്നുണ്ട്? ഹെഡിനകത്ത് ആ ലിങ്കിനെ നമ്മൾ കണക്ട് ചെയ്യും. അതാണ് ഏതാ? എക്സ്റ്റേണൽ. ഇന്റേണൽ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റൈൽ എന്നൊരു ടാഗിനകത്ത് HTML-നകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? CSS-ന്റെ കോഡ് നമ്മൾ ചെയ്യുന്നുണ്ട്. ദെൻ ഇൻലൈനോ? ഇൻലൈൻ എന്ന് പറയുന്നത് ഇത് ഉണ്ടോ? ഇത് ഇൻലൈനാണ്. H1 ആ ടാഗിനകത്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻലൈനാണ്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ അല്ലേ? ഇൻലൈൻ അല്ലേ? ഇത് ടാഗിനകത്താണ് നമ്മൾ സ്റ്റൈൽ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം ഓർത്തിരുന്നോണം കേട്ടോ. കാരണം നിങ്ങൾക്ക് ഇത് ഏതാണ് കറക്റ്റ് എന്ന് ചോദിക്കാറുണ്ട്. ഇവിടെ കണ്ടോ, സ്റ്റൈൽ ഈക്വൽ ടു. ഇവിടെ സ്റ്റൈൽ വേണമെങ്കിൽ കോളൻ ആയിരിക്കും ചിലപ്പോൾ ഓപ്ഷൻ തരിക, ഇല്ലെങ്കിൽ കളർ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഹൈഫൺ ആയിരിക്കും ഇടുക, അല്ലെങ്കിൽ എന്തുണ്ട് ഇവിടെ 2 ഈക്വൽ ടു ആയിരിക്കും ഇടുക. അപ്പൊ അത് ഓർക്കുക, എങ്ങനെയാണ് കോഡ് ഡിസൈൻ ചെയ്യുന്നത് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാ? ഓപ്ഷൻ എ ആണ്, ഇൻലൈൻ. ഇത് ഇമ്പോർട്ടന്റ് ഏരിയ ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ഏരിയ ആൾറെഡി നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. കാരണം 3 ടൈപ്സ് ഓഫ് ലിങ്കിങ് ഉണ്ട്. 3 ടൈപ്സ് ഓഫ് ലിങ്കിങ് ഉണ്ട്. അത് ഇൻലൈനൽ ലിങ്കിങ് അല്ലെ? 3 ടൈപ്സ് ഓഫ് ലിങ്കിങ്ങിനകത്ത് ഏതൊക്കെയുണ്ട്? 1 സെക്കൻഡ്. യെസ്, 3 ടൈപ്സ് ഓഫ് ലിങ്കിങ്ങിനകത്ത് ഇൻലൈൻ ഉണ്ട്. ഇൻലൈൻ ഉണ്ട് അല്ലെ? ഇതുപോലെ ചെയ്യുന്നത് ഇൻലൈൻ ആണ്. H1 ടാഗിനകത്ത് ഡിസൈൻ ചെയ്ത ഇൻലൈൻ. മാറിപ്പോയത് ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. ഇതിനകത്ത് ക്വസ്റ്റ്യൻ ഒക്കെ ഷുവർ ആയിട്ട് ചോദിക്കാറുണ്ട്. ദെൻ ഇന്റേണൽ എന്നുണ്ട്. ഇന്റേണൽ നമ്മൾ ആൾറെഡി ഒക്കെ നമ്മൾ അതിന്റെ കൂടെ ഒക്കെ പഠിച്ചിരുന്നു. ഇന്റേണൽ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് തന്നെ നമ്മൾ സ്റ്റൈൽ എന്നൊരു ടാഗ് ഇട്ടിട്ട് ആ സ്റ്റൈലിനകത്ത് നമ്മൾ ചെയ്യും. HTML-നകത്താണ് അത് ചെയ്യുന്നത്. അവിടെ ഡിസൈൻ വരും. അതൊന്ന്. രണ്ടാമത്തത് എക്സ്റ്റേണൽ. എക്സ്റ്റേണൽ എന്ന് പറയുമ്പോഴത്തേക്ക് CSS അല്ലെ? HTML ഒരു നോട്ട് പേഡ് ചെയ്യും, CSS ഒരു നോട്ട് പേഡ് ചെയ്യും. ദെൻ CSS-നെ നമ്മൾ അവിടെ ഹെഡിനകത്ത് ടാഗ് ചെയ്യും. അപ്പൊ 2 സെപ്പറേറ്റ് പേജിൽ ചെയ്യും, സെപ്പറേറ്റ് നോട്ട് പേഡിൽ ചെയ്യും. അതാണ് ഏതാ? എക്സ്റ്റേണൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നല്ല രീതിയിൽ പഠിച്ചു വെച്ചേക്കാം ഈ ഒരു ഏരിയാസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, ഈ ക്വസ്റ്റ്യൻ നോക്കേ. ക്വസ്റ്റ്യൻ: how do you change the background color of an element? Element എന്ന് പറയുന്നത് ടാഗ് ഒക്കെയാണ് കേട്ടോ. എലമെന്റ് എന്ന് പറയുന്നത് ടാഗ് ആണ്, ഓർത്തിരിക്കുക. അതാണ് എലമെന്റ്, HTML elements, tags in CSS. ഇവിടെ ചോദിച്ചിരിക്കുന്ന in CSS. how do you change the background color? How do you change the background color of an element in CSS? എങ്ങനെ ചേഞ്ച് ചെയ്യും? ഇതാണോ കളർ എന്നാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ബോത്ത് A and B ആണോ? അത് രണ്ടും ആണോ യൂസ് ചെയ്യുന്നത്? ഇല്ലെങ്കിൽ നൺ ഓഫ് ദീസ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ യെസ്, ഓപ്ഷൻ എ ആണ്. കാരണം ബാക്ക്ഗ്രൗണ്ട് ഞാൻ ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, BG എന്നൊന്നും ഓർക്കരുത്, ബാക്ക്ഗ്രൗണ്ട് തന്നെ കൊടുക്കും കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് തന്നെ കൊടുക്കും, ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് തന്നെ കൊടുക്കുക. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് തന്നെ കൊടുക്കുക, ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് തന്നെ കൊടുക്കുക. അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, ഓപ്ഷൻ എ ആണ്. കളർ എന്ന് കൊടുക്കാറില്ല, കാരണം ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട്. ക്വസ്റ്റ്യനിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് എന്നുണ്ട്. അപ്പൊ എന്തുണ്ട്? ബാക്ക്ഗ്രൗണ്ട് എന്ന് തന്നെ കൊടുക്കുക. അവിടെ BG വേണമെങ്കിൽ ഇങ്ങനെയും ഓപ്ഷൻ വന്നിരിക്കും ചിലപ്പോ, BG കളർ അല്ലെ? BG കളർ എന്ന് വേണമെങ്കിൽ വരാം, ഇങ്ങനെയും വരാം. അപ്പൊ തെറ്റാണ്. ബാക്ക്ഗ്രൗണ്ട് തന്നെ എന്ത് ചെയ്യുക? കൊടുക്കാം. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
യെസ്, CSS സിൻടാക്സ് ആണ് ഈ ക്വസ്റ്റിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, കറക്റ്റ് CSS സിൻടാക്സ് ഫോർമാറ്റ് ഏതാ? കറക്റ്റ് CSS സിൻടാക്സ് ഫോർമാറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണോ? ബോഡി കളർ ഈക്വൽ ടു ബ്ലാക്ക്, ഇങ്ങനെ കൊടുക്കുന്നതാണോ കറക്റ്റ് ഫോർമാറ്റ്? ബോഡി കളർ ബ്ലാക്ക് എന്ന് കൊടുക്കുന്നതാണോ കറക്റ്റ്? ബോഡി കളർ ബ്ലാക്ക്, അതായത് ഇവിടെ ബ്രാക്കറ്റ് മാറിയിട്ടുണ്ട് കേട്ടോ, ഈ ബ്രാക്കറ്റ് ഉണ്ടോ, ഈ ഒരു ചേഞ്ച് ഉണ്ട്. ദെൻ ആ ബ്രാക്കറ്റ് ഉണ്ട്, കേർലി ബ്രേസസ് ബ്രാക്കറ്റിനകത്ത് ബോഡി കളർ ബ്ലാക്ക്. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഏതാണ്? അത് നമ്മുടെ ടെക്നിക്കൽ എക്സാമിന് ഈ LDC എന്നൊക്കെ ഇങ്ങനെയുള്ള കോഡിംഗ് ക്വസ്റ്റൻ ഒന്നും ചോദിക്കാറില്ല. ടെക്നിക്കൽ എക്സാം, ഇപ്പോൾ അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് അല്ലെങ്കിൽ എന്താണ് ICTSന്റെ ജൂനിയർ ഇൻസ്ട്രക്ടർ, കമ്പ്യൂട്ടർ പ്രോഗ്രാമർ, കമ്പ്യൂട്ടർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, ഇങ്ങനെ വരുന്ന ടെക്നിക്കൽ ആയിട്ടുള്ള എക്സാംസിനൊക്കെ ഈ HTML CSSനകത്തുനിന്ന് സിലബസ് ഉണ്ടെങ്കിൽ അതിലുണ്ട്. അപ്പൊ അവിടെ ചോദിക്കുന്ന ക്വസ്റ്റൻ ഈ ടൈപ്പ് ക്വസ്റ്റൻ ആയിരിക്കും. കാരണം കോഡിംഗ് അറിഞ്ഞിരിക്കും. കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്ന് പറയുമ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റൻ ഒക്കെയാണ് ചോദിക്കുക. അതുപോലെ ടെക്നിക്കൽ ഇപ്പോൾ ICTSനൊക്കെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ കറക്റ്റ് ആയിട്ട് ഈ HTML-ഉം CSSന്റെ ആ ഫോർമാറ്റ് കറക്റ്റ് അറിഞ്ഞിരിക്കുക. ഇവിടെ ഇതിൽ ഈ കറക്റ്റ് ഫോർമാറ്റ് ഏതാ? നമ്മളിപ്പോ ഓർക്കുക, കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോഡ് ഫുള്ള് കൊടുത്തേക്കുന്ന കളറിങ്ങിനാണ്. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? ഏതാ ഓപ്ഷൻ? യെസ്, ഓപ്ഷൻ C ആണ്. കാരണം കേർലി ബ്രേസസ് സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കരുത്. ഇവിടെ നോക്കിയേ, ഇല്ലല്ലോ, ഇല്ല. ഓപ്ഷൻ C ആണ്. യെസ്, ബോഡി കളർ, യെസ്, ഓപ്ഷൻ C. അതായത് ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട് കേട്ടോ, ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട്. 1 സെക്കൻഡ്. യെസ്, ഇതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ C ആണ്. കാരണം സ്റ്റാർട്ടിങ്ങിൽ ഒരു കേർലി ബ്രേസസ് ഉണ്ട്, രണ്ടെണ്ണം വരും. ഇതിന് ഇടയ്ക്ക് നോക്കിയേ, കളർ കഴിഞ്ഞിട്ട് ഒരെണ്ണമുണ്ട് കേട്ടോ. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, ഈ ക്വസ്റ്റ്യൻ ഓർക്കുക. എലമെന്റ് ബൈ ID യൂസിങ്. ID നമ്മൾ യൂണിവേഴ്സൽ ID ഉണ്ട്. അപ്പൊ ID ഇതിലേതാ യൂസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഏതാ? സെലക്ട് എലമെന്റ് ബൈ ID യൂസിങ് CSS. സെലക്ട് എലമെന്റ്, ഒരു എലമെന്റിന് ഏതാ? ഹാഷ് ഉണ്ട്, ഡോട്ട് ഉണ്ട്, എക്സ്ക്ലമേറ്ററി സൈൻ ഉണ്ട്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഏതാണ്? നിങ്ങൾ ആൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. യെസ്, ഓപ്ഷൻ A ആണ്. ഹാഷ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറ്? ഹാഷ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറ്? സെലക്ട് ചെയ്യാറ്. ഐ ഡി കൊടുക്കുന്നു. അപ്പൊ ഹാഷ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറ്? മെൻഷൻ ചെയ്യാറ്. ഓക്കെ, അപ്പൊ ഹാഷ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ഏതൊക്കെ ഉണ്ടായിരുന്നുണ്ടോ? ഹാഷ് ഉണ്ട്, ഡോട്ട് ഉണ്ട്, എക്സ്ക്ലമേറ്ററി സൈൻ ഉണ്ട്. എക്സ്ക്ലമേറ്ററി സൈൻ എന്തായാലും ഇല്ല. ഓക്കെ, പിന്നെ ചിലപ്പോൾ നമുക്ക് ഡൗട്ട് വരാം. ഡോട്ട് വെച്ച് നമ്മൾ ടാഗ് വിളിക്കാറുണ്ടല്ലോ, അല്ലെ? ഡോട്ട് വെച്ചിട്ട് നമ്മളിപ്പോ പാരഗ്രാഫ് ടാഗിന് .p എന്നൊക്കെ വിളിക്കാറുണ്ട്. അതിനകത്ത് നമ്മൾ ഡിസൈൻ ചെയ്യാറുണ്ട്. അപ്പൊ ഡൗട്ട് വരാം. പക്ഷെ ഹാഷ് ആണ്. എലമെന്റ് ബൈ യൂസിങ് ID. ഓക്കെ, ഹാഷ്. ദെൻ നെക്സ്റ്റ്. യെസ്, സോറി. ഓപ്ഷൻ A. യെസ്, ഇതിന്റെ ഓക്കെ, ഇതിൽ ഓപ്ഷൻ ഏതാ? ഡോട്ട് ആണ് കേട്ടോ. സോറി, ഹാഷ് അല്ല, പക്ഷെ കമാൻഡിലാണ് വരുന്നത്. ഡോട്ട് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഡോട്ട് ആണ്, ഓർത്തിരിക്കെ. ഡോട്ട് ആണ് കേട്ടോ. കാരണം ഡോട്ട്, യെസ്, നമ്മൾ വിളിക്കുന്നത് തന്നെയാണ്, ഡോട്ട് വെച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ഡോട്ട് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ്. യെസ്, ഈ ക്വസ്റ്റ്യൻ നോക്കി. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഷുവർ ആണ്. കാരണം നമുക്കറിയാം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ത്, മാർക്കപ്പ് ലാംഗ്വേജ് എന്താണ്, ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്, സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. അപ്പൊ അത് ഏതൊക്കെയാണ് നല്ല രീതിയിൽ ഓർത്ത് വെച്ചിരിക്കുക. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കി. ഈ ക്വസ്റ്റ്യൻ കണ്ടോ? എന്താണ് ചോദിച്ചിരിക്കുന്നത്? വിച്ച് ഓഫ് ദീസ് ഈസ് മാർക്കപ്പ് ലാംഗ്വേജ്? വിച്ച് ഓഫ് ദീസ് ഈസ് എ മാർക്കപ്പ് ലാംഗ്വേജ്? ഇതിൽ ഏതാണ് മാർക്കപ്പ് ലാംഗ്വേജ്? HTML ഉണ്ട്, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. എക്സ്പാൻഷനിൽ തന്നെയുണ്ട് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. XML ഉണ്ട്, എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ്. ദെൻ DHTML, ഡൈനാമിക് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ഉണ്ട്. ദെൻ LML ലാംഗ്വേജ്, PML ഉണ്ട്. ഇതിൽ ഓപ്ഷനില് ഈ ഇവിടെ ഇതിലെ കൺഫ്യൂഷൻ ആവുന്ന രീതിയിൽ ഓപ്ഷൻ, കാരണം മൾട്ടിപ്പിൾ ആയിട്ടുള്ള മാർക്കപ്പ് ലാംഗ്വേജ് ഉള്ളതുകൊണ്ട് കൺഫ്യൂഷൻ ആവുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നോക്കി, BCD ആണോ, ദെൻ ACD ആണോ, ദെൻ ACDE ആണോ, ദെൻ ABC ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഏതാണ് കറക്റ്റ് ആൻസർ? ശ്രദ്ധിച്ചു നോക്കാം. ഹൈപ്പർ ടെക്സ്റ്റ് പെട്ടെന്ന് നമുക്ക് 2 എണ്ണം ഓക്കെ എന്ന് പറയാം, അല്ലെ? പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് 3 എണ്ണം കിട്ടും. ഏതാ?
HTML, XML, DHTML. വേറെ താഴെയുള്ള ഓപ്ഷൻസ് വരും, ഉണ്ടോ? ഓപ്ഷൻ ഓക്കെ 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 കണ്ടിന്യൂ. Then which of the following is the markup language? Okay, അവിടെ ഓപ്ഷൻ നോക്കുക. HTML ഉണ്ട്. Then next okay, HTML ഉണ്ട്. Then next XML ഉണ്ട്, DHTML ഉണ്ട്, ഡൈനാമിക് HTML ഉണ്ട്, LML ഉണ്ട്, PML ഉണ്ട്. ഏതാണ് കറക്റ്റ് ആൻസർ? ഇതിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ്, സോറി ഓപ്ഷൻ 4 ആണ്. കാരണം എ വരുന്നുണ്ട്, ABC ആണ്. അത് 3 മാത്രമേ ഉള്ളൂ. കാരണം PML ഉം ലാസ്റ്റ് വരുന്ന ആ ഓപ്ഷൻ ഇല്ല. LML PML അല്ല, അത് വേറെ ലാംഗ്വേജിലാണ് വരുന്നത് കേട്ടോ. ലാംഗ്വേജ് സ്റ്റോർ വേറെ. Then HTML, XML, DHTML. കാരണം അവിടെ ഈ മാർക്കപ്പ് ലാംഗ്വേജ് HTML ഉം XML എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് ആൻഡ് ഡൈനാമിക് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്ക് ലാംഗ്വേജ്, ഇത് 3 മാത്രമേ എന്തുള്ളൂ മാർക്കപ്പ് ലാംഗ്വേജിൽ വരത്തുള്ളൂ. ഇത് 3 മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോ ഓപ്ഷൻ ഏതാണ്? ABC. ഓപ്ഷൻ ABC ഓൺലി കേട്ടോ. ഓപ്ഷൻ ABC ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ലേറ്റസ്റ്റ് വെർഷൻ, ഇത് അറിഞ്ഞിരിക്കാം. ലേറ്റസ്റ്റ് വെർഷൻ ഏതാണ്? ഇതിലെ ലേറ്റസ്റ്റ് വെർഷൻ നോക്കിയേ, ക്വസ്റ്റ്യൻ നോക്കിയേ. latest version. What is the latest version of CSS available? What is the latest version of CSS available? ഏതാണ്? CSS 2 ആണോ? CSS 3 ആണോ? CSS 3.1 ആണോ? CSS 4 ആണോ? ഏതാണ് ലേറ്റസ്റ്റ്? ഏതായിരിക്കും? ഓപ്ഷൻ യെസ്, CSS 3 ആണ്. നമുക്കറിയാം CSS 3 ആണ് ലേറ്റസ്റ്റ്. നമ്മൾ ആൾറെഡി ഈ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചു. CSS 3 ആണ് ലേറ്റസ്റ്റ്, ഓർത്തിരിക്കണം കേട്ടോ. CSS കാസ്കേഡ് സ്റ്റൈലിംഗ് ഷീറ്റ് വെർഷൻ 3 ആണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള CSS. ഓക്കെ, പോടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. യെസ്, ആങ്കർ ടാഗ് നമ്മൾ പഠിച്ചു. ആങ്കർ ടാഗ് എ അല്ലെ? ആങ്കർ ടാഗ് എ നമ്മൾ പഠിച്ചു. ആങ്കർ ടാഗ് എ, ഇതിനകത്ത് ലിങ്കിന് വേണ്ടി യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട്സ് ഏതാ? ആട്രിബ്യൂട്ട്സ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ലിങ്ക്, which tags അല്ലെ which attributes is anchor tag used for show hyperlink ചെയ്യാനായിട്ട് ആങ്കർ ടാഗ് ആയ എക്കകത്ത് യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട്സ് ഇതിലേതാണ്? ഹൈപ്പർലിങ്ക് എന്നാണോ, ലിങ്ക് എന്നാണോ, SRC ആണോ, HREF ആണോ? ഇനി ക്യാപിറ്റൽ തന്നെന്ന് പറഞ്ഞിട്ട് ഡൗട്ട് തോന്നരുത്. കാരണം HTML and CSS is not a case sensitive language. നമുക്ക് ക്യാപിറ്റലോ സ്മാൾ ലെറ്റർ ഒക്കെ കൊടുക്കാം. അപ്പൊ ഇവിടെ നോക്കേ, ഏതാണ് വരുന്നത്? ഇത് കഴിഞ്ഞിട്ട് എന്തായിരിക്കും കൊടുത്തിരിക്കുക? ഏതാണ്? ലിങ്ക് ആണോ? അല്ലല്ലോ, HREF അല്ലേ? ഇവിടെ അല്ലേ നമ്മൾ ലിങ്ക് കൊടുക്കുക അല്ലെ? ഇവിടെ അല്ലേ നമ്മൾ ലിങ്ക് കൊടുക്കുക? യെസ്. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. HREF ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ഓർത്തിരിക്കുക. ഓപ്ഷൻ എ കറക്റ്റ് ആൻസർ. അതെങ്ങനെ എഴുതാന്ന് അറിയാലോ. ആങ്കർ ടാഗ് എ ആണ്, HREF ഇങ്ങനെയാണ് കൊടുക്കാറ് കേട്ടോ. HREF എന്നിട്ട് എന്ത് ചെയ്യുക? ലാസ്റ്റ് എ ക്ലോസ് ചെയ്യുക. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, CSSന്റെ ലേറ്റസ്റ്റ് വെർഷൻ ഏതാ? നമ്മളിപ്പോ നോക്കി ആൾറെഡി. CSSന്റെ ലേറ്റസ്റ്റ് വെർഷൻ എന്ന് പറയുന്നത് CSS 3 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ HTMLന്റെ ലേറ്റസ്റ്റ് വെർഷൻ, CSSന്റെ ലേറ്റസ്റ്റ് വെർഷൻ CSS 3 ആണ്. Then HTMLന്റെ ലേറ്റസ്റ്റ് വെർഷൻ ഏതാണ്? ഇതല്ല, വെർഷൻ ആണ്. അത് എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് ആണ് ഓപ്ഷനിൽ ഇട്ടേക്കുന്നത്. അതല്ല, എന്തായാലും ഇതുമല്ല. ഇനിയുള്ള രണ്ട് വെർഷനേ ഉള്ളൂ. അപ്പൊ ഇതിൽ ഏതായിരിക്കും? 4 ആണോ 5 ആണോ? ചിലപ്പോ ക്വസ്റ്റ്യൻ ഇല്ലാത്ത വെർഷനൊക്കെ ചോദിക്കാം കേട്ടോ. ഇപ്പൊ 6 HTML 6.0. അപ്പൊ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് ഹയസ്റ്റ് നമ്പർ ഇരിക്കുന്നത് 6 ആണ്. അപ്പൊ ചിലപ്പോ 6 ആയിരിക്കും ഏതാണ് ലേറ്റസ്റ്റ് വെർഷൻ നമ്മൾ വിചാരിക്കും, പക്ഷെ 6 അല്ല. അത് ഓർത്തിരിക്കുക. HTML ഓർക്കുക, ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് HTML ഉണ്ട്, PHP ഉണ്ട്, ജാവാസ്ക്രിപ്റ്റ് ഉണ്ട്. അപ്പൊ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ അത് കണ്ടിന്യൂ ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which tag used to create a table in HTML?
നമ്മൾ ആൾറെഡി HTML ടാഗ് പഠിച്ചിട്ടുണ്ടായിരുന്നു. വിച്ച് ടാഗ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ ടേബിൾ ഇൻ HTML. ടേബിൾ ആണ് അവിടെ ഓർക്കേണ്ടത്. ടാബ് എന്ന് കിടപ്പുണ്ട്, കൺഫ്യൂഷൻ ആവരുത്. ഓക്കെ, ടാബ് എന്ന് കിടപ്പുണ്ട്. ദെൻ അതുപോലെ ടേബിൾ എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ എന്തുണ്ട്, TBL എന്നുണ്ട്, TR എന്നുണ്ട്. ഏതായിരിക്കാം ടാഗ്? ഏത് ടാഗാണ്? ടേബിൾ അല്ലേ? ടേബിൾ ടാഗ് തന്നെയാണ് കറക്റ്റ് ആൻസർ. കാരണം ഓർക്കുക, TBL എന്ന് ഷോർട്ട് ഫോം, അതുപോലെ ടാബ് എന്ന് കണ്ടു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആകരുത്. ടേബിൾ എന്ന് കറക്റ്റ് ആയിട്ട് ഓർക്കുക. ടേബിൾ ടാഗ് ആണ് യൂസ് ചെയ്യുക, ടേബിൾ ടാഗ് ആണ്. ഓക്കെ, അപ്പോൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ ടേബിൾ ടാഗ്. ഇതിൽ നമുക്ക് HTML ടാഗ്സ് ഒക്കെ ഏകദേശം നമ്മുടെ ആട്രിബ്യൂട്ട്സും റിലേറ്റഡ് ആയിട്ട് വരുന്ന പേര് തന്നെയാണ് ടാഗിനും വരിക. അപ്പോൾ കുറച്ച് നമുക്ക് പഠിക്കാനും കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഓക്കെ, അപ്പൊ ടേബിൾ ടാഗ് തന്നെയാണ് ടേബിളിന് ക്രിയേഷന് യൂസ് ചെയ്യുക. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻസ്. Which HTML tag is used to create a form? Which HTML tag used to create a form എന്നാണ്. ഫോം ഇൻപുട്ട് ഫോം എന്നാണ് നമുക്കറിയാം. ബട്ടൺസ് ഉണ്ട് അല്ലെ, ടെക്സ്റ്റ് ബോക്സ്, ഫീൽഡ്സ് ഒക്കെ ഉണ്ട്, അതാണ് ഫോംസ്. അപ്പൊ ഇതിനകത്ത് which HTML tag is used to create a form? ഇൻപുട്ട് ആണോ, ഫോം എന്നുണ്ട്, ഫീൽഡ് സെറ്റ് ഉണ്ട്, ടെക്സ്റ്റ് ഏരിയ ഉണ്ട്. ഏതായിരിക്കാം? സെക്കൻഡ്, ഏത് ടാഗാണ്? 1 സെക്കൻഡ്, അതിൽ ജസ്റ്റ് എഴുതാൻ പറ്റുന്നില്ല. ഞാനൊന്ന് വേറെ സ്ക്രീൻ ഒന്ന് വേറെ ഷെയർ ചെയ്യാം. സെക്കൻഡ്. ഓക്കെ, ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? PPT കാണുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ടാഗ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ ഫോം? ഏതാണ് ഫോം ക്രിയേറ്റ് ചെയ്യുന്ന ടാഗ്? ഏതാ? ഇൻപുട്ട് ആണോ, ഫോം ആണോ, ഫീൽഡ് സെറ്റ് ആണോ, ടെക്സ്റ്റ് ഏരിയ ആണോ ചോദിച്ചിട്ടുണ്ട്. ഏത് ടാഗാണ്? ക്രിയേറ്റ് എ ഫോം ആണ്. കാരണം ഓർക്കുക, ഫോം എന്ന് അവിടെ ഉണ്ട്. അപ്പൊ ഫോം, ടേബിൾ ഒക്കെ സെയിം ടാഗ് തന്നെയാണ് അവിടെ വരിക, സെയിം ടാഗ് തന്നെയാണ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഏതാണ്? ഫോം എന്നാണ് കേട്ടോ. ഫോം എന്നാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഫോം ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഫോം, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസേഴ്സ്. ഇൻപുട്ട് അല്ല. ഇൻപുട്ട് ആണെങ്കിൽ നമുക്ക് അതിനകത്ത് ടെക്സ്റ്റ് ഫീൽഡ്, ബട്ട് ഓർക്കുക ഈ ക്വസ്റ്റ്യൻ ഫോം എന്ന് പറയുന്നത് നമ്മുടെ ഫോം ആണ്. അതിനകത്ത് എന്തുണ്ട്? നെയിം ഉണ്ട്, നെയിമിന്റെ ഒരു ഫീൽഡ് ഉണ്ട്, അതുപോലെ പാസ്വേഡ് ഉണ്ട്, പാസ്വേഡിന്റെ ഫീൽഡ് ഉണ്ടാവും, പിന്നെ ഒരു ബട്ടൺ ഉണ്ടാവും. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഫോമിനകത്ത് ഈ ഫോം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടാഗ് ഉണ്ട്, അതാണ് ഫോം എന്ന ടാഗ്. ഓക്കെ, ക്വസ്റ്റ്യൻ 3. Which attributes is used to specify the unique name എന്നാണ്. യുണീക്ക് നെയിം, ഡിഫറെന്റ് നെയിം ഫോർ HTML elements, HTML tags അല്ലെങ്കിൽ HTML elements. ഏതാണ് ക്വസ്റ്റ്യൻ? ഏതായിരിക്കും കറക്റ്റ് ആൻസർ? യുണീക്ക് നെയിം. ക്ലാസ് ഉണ്ട് ഓപ്ഷനില്, ID ഉണ്ട്, നെയിം ഉണ്ട്, സ്റ്റൈൽ ഉണ്ട്. എന്തായാലും സ്റ്റൈൽ അല്ല അല്ലെ? ക്ലാസ്, ID, നെയിം. ഇനി യുണീക്ക് നെയിം എന്നാണോ, ID ആണോ, ക്ലാസ് ആണോ? സ്പെസിഫൈ യുണീക്ക് നെയിം ഫോർ HTML എലമെന്റ്സ്. ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി. ID, കാരണം യുണീക്ക് ആണ്. അപ്പൊ HTML എലമെന്റ്സിനെ ID യുണീക്ക് ആയിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ID ആണ് യൂസ് ചെയ്യുക. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ടാഗ് ഈസ് യൂസ്ഡ് ടു ഇൻസേർട്ട് ആൻ ഇമേജ് ഇൻ HTML? ഇവിടെ കൺഫ്യൂഷൻ ആവരുത്. IMG ഉണ്ട്, ഇമേജ് എന്നും ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് ചിലർക്ക് തെറ്റിപ്പോകുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. കാരണം ഇമേജ് എന്ന് ഫുള്ളും കൊടുത്തിട്ടുണ്ട്, IMG എന്നും കൊടുത്തിട്ടുണ്ട്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? യൂസ്ഡ് ടു ഇൻസേർട്ട് ആൻ ഇമേജ് എന്നാണ് അല്ലെ? ഇമേജ് ടാഗ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഏതാണ്? IMG ആണ് കറക്റ്റ്. IMG SRC എന്ന് നമുക്ക് ഈക്വൽ ടു ഇട്ട്. ചിലപ്പോൾ ഇതിന് കറക്റ്റ് മെത്തേഡ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനു മുമ്പ് ഒരു എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അതായത് കറക്റ്റ് മെത്തേഡ് ഓർക്കുക. IMG ടാഗ് SRC ഇട്ട് ഒരു സ്പേസ് ഇട്ടിട്ട് ഇവിടെ ഒരു കോഡ്സിനകത്ത് ആ ഇമേജിന്റെ നെയിം കൊടുക്കും. ഇപ്പൊ ഒരു ഇമേജ് എന്താണ്? അനിമൽ,
cat.jpg ഇങ്ങനെ കൊടുക്കുക. അപ്പൊ ഇതാണ് കറക്റ്റ് മെത്തേഡ്. അപ്പൊ ഇത് ഓർത്ത് വെച്ചേക്കുക. ഈ ഒരു മെത്തേഡിനകത്ത് വരാം, ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ ഇവിടെ വിച്ച് ടാഗ് ഇസ് യൂസ്ഡ് ടു ഇൻസേർട്ട് ആൻ ഇമേജ് ഇൻ HTML? ഏതാണ്? ഇമേജ് ടാഗ് ആണ് കേട്ടോ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? IMG. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇമേജ് ടാഗിലെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ആട്രിബ്യൂട്ട് സ്പെസിഫൈ ദ URL? URL ഫുൾ ഫോം കൂടെ പഠിച്ചേക്കുക. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റേഴ്സ് നമ്മൾ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ഓഫ് എൻ ഇമേജ്. വിച്ച് ആട്രിബ്യൂട്ട് സ്പെസിഫൈ ദ URL ഓഫ് എൻ ഇമേജ്? URL, ഇമേജിന്റെ URL ഏതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏതാണ് കറക്റ്റ് ആൻസർ? ലിങ്ക് ആണോ? SRC സോഴ്സ് ആണോ? URL ആണ്? പാത്താണ്? URL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്താണ്. കാരണം അപ്പൊ അത് അവിടെ തന്നെ നമുക്ക് അതിന്റെ മീനിങ് കിട്ടും. ഏതാണ്? HRF അല്ല, അത് ലിങ്കിന് വേണ്ടിയിട്ട്. അൾട്ടും അല്ല. അൾട്ടാണെങ്കിൽ ഇമേജ് എന്തെങ്കിലും ലോഡിങ്ങിന് ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അൾട്ട് യൂസ് ചെയ്യുക. അതായത് ഒരു ഇമേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ ലോഡിങ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് അതൊരു സ്പെസിഫിക് വെയിറ്റിംഗ് ഫോർ 1 minute എന്നോ വെയിറ്റിംഗ് ഫോർ ലോഡിങ് എൻ ഇമേജ് അല്ലെങ്കിൽ ലോഡിംഗ് എന്നൊക്കെ എഴുതി കാണിക്കാറുണ്ടല്ലോ ചില പേജ് ഒക്കെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അൾട്ട് യൂസ് ചെയ്യുക. അപ്പൊ ഇവിടെ URL ഓഫ് എൻ ഇമേജ്, നമ്മുടെ ഇമേജിനെ നമ്മുടെ ഡ്രൈവിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇമേജ്. ലോക്കൽ സ്ക് ഡിക്കകത്ത് കിടപ്പുണ്ട്. അപ്പൊ അതിനെ നമ്മൾ ഈ ഫോമിലേക്ക് കണക്ട് ചെയ്ത് വിളിക്കണമെങ്കിൽ നമ്മൾ അവിടെ സോഴ്സ് ആണ് യൂസ് ചെയ്യുക, അല്ലെ? സോഴ്സ് ആണ്. അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി SRC ആണ് കേട്ടോ. സോഴ്സ്, SRC സോഴ്സ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. TR ടേബിളിനകത്ത് ഓർക്കുക TR ഉണ്ട്, അല്ലെ? TD ഉണ്ട്, TH ഉണ്ട്. ഇനി ഏറ്റവും ടോപ്പായിട്ട് ആരുണ്ട്? ടേബിൾ ഉണ്ട്. ഇത്രയും ടാഗ് ഏതിലുള്ളതാണ്? ടേബിളിനകത്ത് വരുന്നതാണ് കേട്ടോ. ടേബിള്, TR, TD, TH. ഇവിടെ ക്വസ്റ്റ്യനിൽ TR ടാഗ് ഈസ് യൂസ്ഡ് ടു HTML ഡിഫൈൻ. TR എന്തിനാണ് യൂസ് ചെയ്തതെന്ന് ചോദിച്ചു. TR ആ വേർഡിൽ തന്നെ ഉണ്ട്. R മീൻസ് റോ എന്നാണ് കേട്ടോ. ടേബിൾ റോ, ടേബിൾ കോളം അല്ല, TD അല്ല, ബോർഡറും അല്ല. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ടേബിൾ റോ ആണ് കറക്റ്റ് ആൻസർ. കാരണം TR ആണ് കേട്ടോ. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. ഓർത്തിരിക്കുക, ഓപ്ഷൻ A ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ 7 നോക്കിയേ. വിച്ച് ടാഗ് യൂസ്ഡ് ടു മെർജ് 2 or more columns? ഇത് ഇമ്പോർട്ടന്റ് ആണ്. കൺഫ്യൂസ്ഡ് ആവുന്ന ഏരിയ ആണ്. ഇത് ചോദിച്ചിട്ടുണ്ട്. വിച്ച് ടാഗ് ഇസ് യൂസ്ഡ് ടു മെർജ്, ടെക്നിക്കൽ എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. വിച്ച് ടാഗ് യൂസ്ഡ് ടു മെർജ് 2 or more column? അതായത് 2 കോളം ഉണ്ട്, നമുക്ക് ഈ 2 കോളം കൂടെ മെർജ് ചെയ്യണം. മെർജ് ചെയ്ത് ഒറ്റ കോളം ആക്കുക. അപ്പൊ റോ സ്പാൻ ആണോ, കോളം സ്പാൻ ആണോ, സ്പാൻ ആണോ, മെർജ് ആണോ? എന്തായാലും മെർജ് അല്ല. മെർജ് എന്ന് വേണം നമുക്ക് ആ ഇത് വരുന്നുണ്ടെങ്കിലും ആ ടാഗ് നമുക്ക് മെർജ് ആയിട്ടൊരു ടാഗ് ഇല്ല, അല്ലെ? മെർജ് എന്നൊരു ടാഗ് ഇല്ല. സ്പാൻ ആണ് വരിക. ആ സ്പാനിൽ ഏതൊന്ന് നോക്കുക. റോ സ്പാൻ ആണോ, കോളം സ്പാൻ ആണോ, ഇനി സ്പാൻ ആണോ എന്ന് ചോദിക്കും. ഏതാണ് ഓപ്ഷൻ? കോളം ആണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. കോളം ആണ്. വേറെ കൺഫ്യൂഷൻ ആക്കേണ്ട എന്താണ്? കോളം സ്പാൻ തന്നെയാണ് കറക്റ്റ് ആൻസർ, അല്ലെ? ഓപ്ഷൻ ബി. യെസ്, ഓപ്ഷൻ ബി കോളം സ്പാൻ. CO കോളം എന്ന് പറയുമ്പോൾ COLS എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ചിലപ്പോൾ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഓപ്ഷനകത്ത് തന്നെ ഇട്ടേക്ക് എന്തുണ്ട്? കോളം എന്നും ഉണ്ടാവും. ഇതാണ് കോളത്തിന്റെ സ്പെല്ലിംഗ്. ഇങ്ങനെയും ക്വസ്റ്റ്യനിലുണ്ടാവും, ഓപ്ഷനിലുണ്ടാവും, ഓപ്ഷനകത്ത് ഉണ്ടാവും. വേണമെങ്കിൽ ഇങ്ങനെയും തോന്നുന്ന ക്വസ്റ്റ്യൻ ഉണ്ടാവും. കോൾ സ്പാന് സ്പേസ് ഇട്ടിട്ടുണ്ടാവും, പക്ഷെ അത് തെറ്റാണ്. ഇത് രണ്ടും തെറ്റാണ്, ഓർത്തിരിക്കുക. അങ്ങനെ ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ എഴുതരുത്, അത് തെറ്റാണ് കേട്ടോ. അപ്പൊ ഓപ്ഷൻ ബി കോൾ സ്പാൻ, കോളം, അതായത് കോളം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. വിച്ച് ടൈപ്പ് ഇൻപുട്ട് ടൈപ്പ്, ഏത് ഇൻപുട്ട് ടൈപ്പാണ് യൂസ്ഡ് ടു ക്രിയേറ്റ് പാസ്വേഡ് ഫീൽഡ്? അല്ലെ, ഒരു ഫോമിനകത്ത് ഏത് ടൈപ്പാണ് പാസ്വേഡ് ഫീൽഡ്? ഇപ്പൊ യൂസർ നെയിം ഉണ്ട്, അതൊരു ഫീൽഡ് ഉണ്ട്. പാസ്വേഡ് എന്നൊരു ഫീൽഡ് ഉണ്ട്. അപ്പൊ ഈ പാസ്വേഡ് എന്ന ഫീൽഡ് ഏത് ടൈപ്പ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഇൻപുട്ട് ടൈപ്പ് ആണ് പാസ്വേഡ്? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, കാരണം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണല്ല. ഏതാണ്? ടെക്സ്റ്റ് അല്ല, പാസ്വേഡ് അല്ല. ഹിഡൻ ആണോ, സെക്യൂർ ആണോ? ടെക്സ്റ്റ്, പാസ്വേഡ്, ഹിഡൻ ആണോ, സെക്യൂർ? ഹിഡൻ സെക്യൂർ എന്തായാലും അല്ല, ആണല്ലോ, അല്ല. എന്തായിരിക്കും? പാസ്വേഡ് തന്നെയാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി പാസ്വേഡ് തന്നെയാണ് അത്.
ഇനി ബട്ടൺ സബ്മിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ടൈപ്പ് എന്ന് സബ്മിറ്റ് ബട്ടൺ ആണ് ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ. വിച്ച് ഇൻപുട്ട് ടൈപ്പ് യൂസ് ടു ക്രിയേറ്റ് എ സബ്മിറ്റ് ഫീൽഡ് അല്ലെങ്കിൽ സബ്മിറ്റ് ബട്ടൺ ഇൻ എ ഫോം എന്ന് ചോദിച്ചാലും അവിടെ ആൻസർ സബ്മിറ്റ് തന്നെയാണ് കേട്ടോ. സബ്മിറ്റ് തന്നെയാണ്, കാരണം ആ ഫോമിനെ റീഡ് ചെയ്ത് സെർവറിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, സബ്മിറ്റ്. ക്വസ്റ്റ്യൻ 9. വിച്ച് ടാഗ് യൂസ്ഡ് ടു ഇൻസേർട്ട് എ ലയൺ ബ്രേക്ക്. ലയൺ ബ്രേക്ക് ഇവിടെ പോയി അടുത്ത ലൈനിൽ പ്രിന്റ് ചെയ്യുന്നു, വീണ്ടും ബ്രേക്ക് ആവുന്നു. അപ്പൊ ഇത് ഏത് ടാഗ് ആണ് യൂസ് ചെയ്യുക? ബ്രേക്ക് എന്നാണോ, HR ആണോ, BR ആണോ, അതുപോലെ എന്തുണ്ട് LB ആണോ? LB എന്തായാലും അല്ല, LB അല്ല. ഏതാ കറക്റ്റ് ആൻസേഴ്സ്? കറക്റ്റ് ആൻസർ ഏതാണ് അല്ലേ? MD ടാഗ് ആണ്. MD ടാഗ് ആണ്. ഏതാണ് ഓപ്ഷൻ? യെസ്, ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ. ബ്രേക്ക്. BR എന്ന് മാത്രമേ ഉള്ളൂ. BR എന്ന് ഫുൾ BRE ഒക്കെ അല്ല, BR ആണ് കേട്ടോ. ബ്രേക്ക്. ഇപ്പൊ നമ്മൾ പഠിച്ച എല്ലാ ടാഗും ഈ ക്വസ്റ്റിനായിട്ട് നല്ല റിലേറ്റഡ് കണക്ഷൻ ഉണ്ട്, കാരണം ആ വേർഡിൽ തന്നെ അതുമായിട്ട് റിലേഷൻ കണക്ഷൻ നമുക്ക് ആൻസർ കിട്ടും. HTML ക്വസ്റ്റ്യൻ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഐ ഫ്രെയിം ടാഗ് ഈസ് യൂസ്ഡ് ടു വാട്ട്? ഐ ഫ്രെയിം ടാഗ് ഈസ് യൂസ്ഡ് ടു ഇൻസേർട്ട് ആൻ ഇമേജ്, ഇൻസേർട്ട് ഫ്രെയിം, ഇൻസൈഡ് എ പേജ്, ക്രിയേറ്റ് എ ടേബിൾ അല്ല ആണല്ലോ, അവിടെ വെച്ചിട്ട് നമുക്ക് അത് ക്ലോസ് ചെയ്യിപ്പിക്കാം. ഹൈപ്പർ ലിങ്കിനും അല്ല ഐ ഫ്രെയിമും. ഇനി അത് രണ്ടും നോക്കാം. ഇൻസേർട്ട് ആൻ ഇമേജിനാണോ, ഇൻസേർട്ട് ഫ്രെയിം ഇൻസൈഡ് എ പേജ് ആണോ എന്നും ചോദിച്ചിട്ടുണ്ട്. ഏതാണ് കറക്റ്റ് ആൻസർ? ഏതാ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ യെസ്, ഓപ്ഷൻ ബി തന്നെയാണ് കറക്റ്റ് ആൻസർ അല്ലെ? ഓപ്ഷൻ ബി തന്നെയാണ് കറക്റ്റ് ആൻസർ. അതായത് ഇൻസേർട്ട് ഓപ്ഷൻ ബി, ഇൻസേർട്ട് ഫ്രെയിം ഇൻസൈഡ് എ പേജ്. ഇൻസേർട്ട് ഫ്രെയിം ഇൻസൈഡ് എ പേജ് ആണ് ഐ ഫ്രെയിം ആയിട്ട് യൂസ് ചെയ്യുക. ഐ ഫ്രെയിം. ഓക്കെ, ക്വസ്റ്റ്യൻ 11. വിച്ച് ടാഗ് യൂസ്ഡ് ടു ഫോർ ദ ലാർജസ്റ്റ് ഹെഡിങ്? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഹെഡിങ് നമുക്കറിയാം H1, H2, H3, H4, H5 ആൻഡ് H6 ഉണ്ട്. അപ്പൊ ഏതാ ഹയസ്റ്റ്? ഇനി ഏത് ലോവസ്റ്റ് ആണ്? നമുക്ക് H6 ആണ് ലോവസ്റ്റ്. അങ്ങനെയാണെങ്കിൽ H1 എന്താണ്? ഹയസ്റ്റ് അല്ലേ? സിമ്പിൾ ആണ്. ഹെഡിങ് അല്ല, എന്തായാലും അല്ല. ഹെഡും അല്ല, H6 അല്ല. ഓപ്ഷൻ H1. H1 is the correct answer. ഓക്കെ, ക്ലിയർ? ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ. ക്വസ്റ്റ്യൻ 12. Which tag is used to create hyperlink in HTML? ഹൈപ്പർലിങ്ക് ലിങ്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് ഏതാ? ഇത് നമുക്ക് കൺഫ്യൂസ്ഡ് വരാം. ലിങ്ക് എന്നുണ്ട്, എയും ഉണ്ട്, HREF ഉണ്ട്, ഹൈപ്പർ ഉണ്ട്. ഹൈപ്പർ അല്ല, എന്തായാലും അല്ല ആണല്ലോ. ഹൈപ്പർ എന്ന് നമ്മൾ ടാഗ് ഒന്നും ഇല്ല. എയും HREF ഒക്കെ ഒരു കോമ്പിനേഷൻ ഉണ്ട്. അപ്പൊ ഇതിലേക്ക് ഏതാ പ്രോപ്പർ ആയിട്ടുള്ള കറക്റ്റ് ആൻസർ ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. വിച്ച് ടാഗ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ ഹൈപ്പർ ലിങ്ക് ഇൻ HTML? വിച്ച് ടാഗ് യൂസ്ഡ് ടു ഹൈപ്പർ ലിങ്ക്? ഏതാണ്? ലിങ്ക് ആണോ, എ ആണോ? എ കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യുക? HREF കൊടുക്കുക. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എ ആണ് അല്ലേ? യെസ്, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. എ ടാഗ് ആണ് കേട്ടോ. നമ്മൾ ഇങ്ങനെയല്ലേ കൊടുക്കുക? HREF. എ എന്ന ടാഗിന്റെ ആട്രിബ്യൂട്ട്സ് ആണ്. ഇത് ആട്രിബ്യൂട്ട്സ് ആണ്. മാറിപ്പോകരുത്. ഇത് ആട്രിബ്യൂട്ട്സ് ആണ്. എ ആണ് അവിടുത്തെ ടാഗ്. എ ആണ് ടാഗ്. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന എ ആണ്. ഇനി ആട്രിബ്യൂട്ട്സ് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവിടെ HREF കൊടുക്കാം. HREF. ഓക്കെ, ക്വസ്റ്റ്യൻ 13. അടുത്തത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വിച്ച് ആട്രിബ്യൂട്ട്സ്? അപ്പൊ ഇപ്പൊ കുറച്ച് മുമ്പ് നമ്മൾ നോക്കിയത് എ ആണ് ടാഗ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. HREF ആട്രിബ്യൂട്ട്സ് ആണ്. അതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഇവിടെ ചോദിച്ചിട്ടുണ്ടോ? ഓക്കെ, വിച്ച് ആട്രിബ്യൂട്ട്സ് ഈസ് യൂസ്ഡ് ടു എ ടാഗ് യൂസ് ടു ഡിഫൈൻ ലിങ്ക് ഡെസ്റ്റിനേഷൻ? ലിങ്കിന്റെ ഡെസ്റ്റിനേഷൻ കണക്ട് SRC ആണ്. SRC അല്ല, അറിയാലോ. SRC എന്ന് പറയുന്നത് എന്താണ്? ഇമേജിന്റെ പാത്ത് കൊടുക്കാനാണ് SRC കൊടുക്കുക. ലിങ്ക് അല്ല, SRC അല്ല. ഇനി HREF ആണോ? URL ആണോ? അല്ല. ലിങ്ക് ആണോ? അല്ല. ഓപ്ഷൻ ഏതാണ്? HREF അങ്ങനെയല്ലേ വരിക. അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് HREF ആണ് കറക്റ്റ് ആൻസർ. കാരണം നമ്മൾ എഴുതിയത് ഇപ്പോ എന്താണ്? എ കഴിഞ്ഞിട്ട് അല്ലെ? എ എഴുതിയിട്ടാണ് എന്ത് ചെയ്യുക? HREF എന്ന് കൊടുക്കുക. ഇവിടെയാണ് നമ്മൾ ലിങ്ക് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ക്വസ്റ്റ്യൻ 14.
ലിസ്റ്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ദ UL ടാഗ് യൂസ്ഡ് ഫോർ ഓർഡേർഡ് ആണോ, അൺഓർഡേർഡ് ആണോ, ടേബിൾ ആണോ, അണ്ടർലൈൻ ആണോ? അണ്ടർലൈൻ ആണോ? അണ്ടർലൈൻ അല്ല, അല്ല, ലിസ്റ്റ് ആണ്. അപ്പൊ ഓർഡേർഡ് ഉണ്ട്, അൺഓർഡേർഡ് ഉണ്ട്. വളരെ സിമ്പിൾ ആണ്. UL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ എന്താ, ഡയറക്റ്റ് തന്നെ അവിടെ എഴുതാൻ എന്താണ്, അൺഓർഡേർഡ് ലിസ്റ്റ് ആണ്. UL ടാഗ് അൺഓർഡേർഡ് ലിസ്റ്റ് അല്ലെ. ഇനി OL ആണ് ചോദിച്ചെങ്കിൽ എന്താണ്, അത് ഓർഡേർഡ് ലിസ്റ്റ് ആണ്. ഓർഡേർഡ് ലിസ്റ്റ്, ഓർഡേർഡ് ലിസ്റ്റ്. ഓക്കെ, അപ്പൊ ടേബിളും അല്ല. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് നമ്മൾ പോകുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ 15 നോക്കി. OL, ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഈ ഓർഡേർഡ് ലിസ്റ്റ് നമുക്കറിയാം 1, 2, 3 ഉണ്ട്. സ്മാൾ ലെറ്റർ റോമൻ ലെറ്റേഴ്സ് ഉണ്ട്. 1, 2, 3 ഉണ്ട്. സ്മാൾ ലെറ്റേഴ്സ് ഉണ്ട്. ഇനി ക്യാപിറ്റൽ ആയിട്ടുള്ള റോമൻ ലെറ്റേഴ്സ് ഉണ്ട്. കാരണം ഓറൽ പോകുന്നല്ലേ ഓർഡേർഡ് ലിസ്റ്റ്. ഇനി A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, ക്യാപിറ്റൽ A ഉണ്ട്, ക്യാപിറ്റൽ B ഉണ്ട്, C ഉണ്ട്. ഇതെല്ലാം ഓർഡേർഡ് ലിസ്റ്റ് ആണ്. ഇതിനകത്ത് ഡീഫാൾട്ട് ആയിട്ടുള്ളത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഡീഫാൾട്ട് റോമൻ ലെറ്റർ ആണോ ഡീഫാൾട്ട്? ഇനി റോമൻ സ്മാൾ ലെറ്റർ ആണോ? ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടോ? റോമൻ ലെറ്റേഴ്സ് ഉണ്ട്, നമ്പേഴ്സ് ഉണ്ട്, ദെൻ ആൽഫബറ്റ്സ് ഉണ്ട്, ബുള്ളറ്റ് ഉണ്ട്. ബുള്ളറ്റ് എന്തായാലും അല്ല, അത് അൺഓർഡേർഡ് ആണ് ആണല്ലോ. അപ്പൊ മറ്റേ 3 നോക്കി. ഓർക്കേണ്ട ക്വസ്റ്റ്യൻ, ഓർഡേർഡ് ലിസ്റ്റിലെ ഡീഫാൾട്ട് എന്ന് പറയുന്നത് നമ്പർ ആണ്. 1, 2, 3 ഈസ് ദ കറക്റ്റ് ആൻസേഴ്സ്. 1, 2, 3 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, 1, 2, 3 കറക്റ്റ് ആൻസർ. ഓർഡേർഡ് ലിസ്റ്റിലെ ഡീഫാൾട്ട് ടൈപ്പ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ ആണ്. മാറിപ്പോകരുത്, നമ്പർ ആണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. Which HTML tag used to insert a horizontal line? Horizontal line. വളരെ സിമ്പിൾ, ഡയറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടും. ഹൊറിസോണ്ടൽ ലൈൻ ഏതാണ്? ലൈൻ ആണോ, ബ്രേക്ക് ആണോ? ബ്രേക്ക് എന്തായാലും അല്ല. HR ഉണ്ട്, ലൈൻ ഉണ്ട്. ഹൊറിസോണ്ടൽ ലൈൻ എന്ന് വേണമെങ്കിൽ ഇതിന് എക്സ്പാൻഷൻ ആയിട്ട് നമുക്ക് തോന്നിപ്പോവും. പക്ഷെ ടാഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ HR തന്നെയാണ്. യെസ്, ഓപ്ഷൻ HR. ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ക്വസ്റ്റ്യൻ 17. ക്വസ്റ്റ്യൻ 17 നോക്കി. ക്വസ്റ്റ്യൻ 17. Which attributes of form ആണ് define where to send the data, form data. Where to send the form data. കേട്ടോ, വിച്ച് ആട്രിബ്യൂട്ട്സ്, അതായത് ഡാറ്റ സെൻഡ് ചെയ്യാനായിട്ട് ഒരു ഫോമിൽ, നമ്മൾ ഫോമെല്ലാം എങ്ങനെ കംപ്ലീറ്റ് ചെയ്തു, എല്ലാം കഴിഞ്ഞിട്ട് സബ്മിറ്റ് ബട്ടൺ കൊടുക്കുമ്പോൾ ഡാറ്റ സെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ഇതിനകത്ത് നിന്ന് ഒരു ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്യും. ഏതാണത്? HREF ആണോ, ലിങ്ക് ആണോ, SRC ആണോ, ആക്ഷൻ ആണോ? കാരണം ഇവിടെ നടക്കുന്ന ഒരു ആക്ഷൻ ആണ്. ഡാറ്റ സെൻഡ് ചെയ്യുന്നത് ഒരു ആക്ഷൻ ആണ് നടക്കുക. ആക്ഷൻ വരുമ്പോഴത്തേക്ക് എന്തായാലും HREF ലിങ്ക് അല്ല, SRC അല്ല. ഓപ്ഷൻ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആക്ഷൻ തന്നെയാണ് അല്ലെ. അപ്പോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആക്ഷൻ. ആക്ഷൻ ആണ് അവിടുത്തെ കറക്റ്റ്. ഇത് ഓർത്ത് വെച്ചേക്കുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ 17. ക്വസ്റ്റ്യൻ 17 ഓർത്ത് വെച്ചേക്കാം, നോട്ട് ചെയ്ത് വെച്ചേക്കാം. ക്വസ്റ്റ്യൻ 17. ഫോമിനകത്ത് നമ്മളൊരു ഡാറ്റ ഫോം എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട്, ഓൺലൈൻ ഫോം കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഡാറ്റ അല്ലെ, ഡിഫൈൻ വെയർ ടു ഡാറ്റ സെൻഡ് ഫോം ഡാറ്റ സെൻഡ് ചെയ്യുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട്സ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ പറയാ? ആക്ഷൻ ആണ് കേട്ടോ. ആക്ഷൻ. ക്വസ്റ്റ്യൻ 18 നോക്കി. Which attributes specifies the method of sending form data? Sending. ഇത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ 17 ക്വസ്റ്റ്യൻ 18 നല്ല രീതിയിൽ നോക്കി വെച്ചേക്കാം. Which attributes specify the method of sending form data? സെൻഡിങ് ഫോം ഡാറ്റ മെത്തേഡ് ഉണ്ട്, ടൈപ്പ് ഉണ്ട്, എൻക്രിപ്ഷന്റെ ഒരു ടൈപ്പ് കൊടുത്തിട്ടുണ്ട്, ആക്ഷൻ ഉണ്ട്. ആക്ഷൻ അല്ല ആണല്ലോ, ആക്ഷൻ അല്ല. ഇവിടെ ആക്ഷൻ എന്ന് വിചാരിക്കരുത്, ആക്ഷൻ അല്ല. ഏതായിരിക്കും? ടൈപ്പ് എൻക്രിപ്ഷൻ ടൈപ്പ് ഒന്നും അല്ല. ഓപ്ഷൻ ഏതാണ്? മെത്തേഡ് തന്നെയാണ് അല്ലെ. ഓപ്ഷൻ യെസ്, ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. മെത്തേഡ് തന്നെയാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഓർത്ത് വെച്ചേക്കാം. ക്വസ്റ്റ്യൻ 17 ക്വസ്റ്റ്യൻ 18 നല്ല രീതിയിൽ ഓർത്ത് വെച്ചേക്കാം. Which attributes specify the method of sending data from? ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മെത്തേഡ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ 19 നോക്കി. Which of these not a form input type? നമുക്കറിയാം ഒരുപാട് ഫോം ഉണ്ട് നമുക്ക് ഇതിനകത്ത്. ടെക്സ്റ്റ് ഫീൽഡ് ഉണ്ട്, ബട്ടൺ ഉണ്ട്, ചെക്ക് ബോക്സ് ഉണ്ട്, റേഡിയോ ബട്ടൺ ഉണ്ട് അല്ലെ.
ഇതെല്ലാം ബട്ടണാണ്. സബ്മിറ്റ് ബട്ടൺ ഉണ്ട്, ടെക്സ്റ്റ് ഏരിയ, ക്യാപ്ഷൻ, ഇതൊക്കെ ഫോമിനകത്ത് വരുന്നതാണ്. അപ്പൊ ഫോമിനകത്ത് ഇതിൽ ഉൾപ്പെടാത്തത് ഏതാന്ന് ചോദിച്ചിരിക്കുന്നത്. ഇൻപുട്ട് ടൈപ്പ് അല്ലാത്തത് ഏതാ? ടെക്സ്റ്റ് ആണോ? സബ്മിറ്റ് ടെക്സ്റ്റ് ഉണ്ട് അല്ലെ? ടെക്സ്റ്റ് ഉണ്ട്. ദെൻ സബ്മിറ്റ് ആണോ? ചെക്ക് സബ്മിറ്റ് ബട്ടൺ ഉണ്ട്, ചെക്ക് ബോക്സും ഉണ്ട്. പക്ഷെ ഇതിലില്ലാത്ത ഏതാ? വിച്ച് ഓഫ് ദീസ് ഈസ് നോട്ട് എ ഫോം ഇൻപുട്ട് ടൈപ്പ്? ഫ്രെയിം അല്ലേ? യെസ്, ഫ്രെയിം ആണ് കറക്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദീസ് ഈസ് നോട്ട് എ ഫോം ഇൻപുട്ട് ടൈപ്പ്? ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? ഫ്രെയിം ആണ് കറക്റ്റ് ആൻസർ. ഫ്രെയിം, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ 20. വിച്ച് ടാഗ് യൂസ്ഡ് ടു ഗ്രൂപ്പ് റിലേറ്റഡ് എലമെന്റ്സ്? യെസ്, കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. 20, ക്വസ്റ്റ്യൻ 20. വിച്ച് ടാഗ് ഈസ് യൂസ്ഡ് ടു ഗ്രൂപ്പ് റിലേറ്റഡ് എലമെന്റ്സ് ഇൻ എ ഫോം? ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്രൂപ്പ് റിലേറ്റഡ് ടാഗ് ഏതാണ്? ഈ ഇതിനകത്ത് ഡിവ് ഉണ്ട്. ഡിവ് അറിയാലോ, നമുക്കൊരു വെബ് പേജ്, വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഓരോ പാർട്ടായിട്ട് നമ്മൾ ഇങ്ങനെ ഡിവ് ചെയ്ത് വെക്കാറുണ്ട് അല്ലെ? ഡിവിഷൻ ആയിട്ട് ചെയ്ത് വെക്കാറുണ്ട്. ഇതൊരു ഡിവിഷൻ, ഇങ്ങനെ അടുത്ത ഡിവിഷൻ. ഇതിനകത്തൊക്കെ നമ്മളിങ്ങനെ ഡിസൈനിങ് കൂടെയൊക്കെ ഉണ്ട്. അപ്പൊ അതിന് ഓരോ പേരിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യാറ് അല്ലെ? അപ്പൊ ഇവിടെ ഫീൽഡ് സെറ്റ് ഉണ്ട്, ഫോം ഉണ്ട്, ഗ്രൂപ്പ് ഉണ്ട്, ഡിവ് ഉണ്ട്. പെട്ടെന്ന് ഗ്രൂപ്പ് എന്ന് വിചാരിച്ചുകൊണ്ട് ഗ്രൂപ്പ് എന്ന് എഴുതി വെച്ചേക്കരുത് അല്ലെ? ഗ്രൂപ്പ് എന്തായാലും അല്ല. ഫീൽഡ് സെറ്റ് ഉണ്ട്, ഫോം ഉണ്ട്, ഗ്രൂപ്പ് ഉണ്ട്, ഡിവ് ഉണ്ട്. ഇവിടെ കറക്റ്റ് ആൻസർ ഏതാണ്? എലമെന്റ്സ്. വിച്ച് ടാഗ് യൂസ്ഡ് ടു ഗ്രൂപ്പ് റിലേറ്റഡ് എലമെന്റ്സ് ഇൻ എ ഫോം? ഫീൽഡ് സെറ്റ് ആണ്. അതായത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഫീൽഡ് സെറ്റ്. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ നോക്കുക. ഫീൽഡ് സെറ്റ് ആണ് കറക്റ്റ് ആൻസർ. ഫോമും ഗ്രൂപ്പ് ഒന്നും ഇല്ല, ഡിവും അല്ല, ഫോമും അല്ല. ഫീൽഡ് സെറ്റ്. നമുക്ക് കൺഫ്യൂഷൻ ആയി പോയി ക്വസ്റ്റ്യൻ, കാരണം ഒരു കണക്ഷൻ കിട്ടുന്നില്ല കേട്ടോ. ഫോം എന്ന് ചിലർ എഴുതാറുണ്ട്, അല്ലെങ്കിൽ ഡിവ് എന്ന് എഴുതാറുണ്ട്. പിന്നെ ഗ്രൂപ്പ് കാണുമ്പോൾ ഗ്രൂപ്പ് എന്ന് വിചാരിക്കും. പക്ഷെ ഫീൽഡ് സെറ്റ് ആണ് ഇതിന്റെ ആൻസർ. യൂസ്ഡ് ടു ഗ്രൂപ്പ് റിലേറ്റഡ് എലമെന്റ്സ് ഇൻ എ ഫോം എന്ന് പറയുമ്പോൾ ഫീൽഡ് സെറ്റ്. ഓക്കെ, ക്വസ്റ്റ്യൻ 21. ലാബൽ ഫോർ ഫോം എലമെന്റ്സ്. ലാബൽ ടാഗ് ആണോ? അതായത് വിച്ച് ടാഗ് പ്രൊവൈഡ് എ ലാബൽ ഫോർ ഫോം എലമെന്റ്സ്? ടാഗ് ഉണ്ട്, ടെക്സ്റ്റ് ഉണ്ട്, ലാബൽ ഉണ്ട്, സ്പാൻ ഉണ്ട്. ടാഗ് ഉണ്ട്, ടെക്സ്റ്റ് ഉണ്ട്, ലാബൽ ഉണ്ട്, സ്പാൻ ഉണ്ട്. ഏതാ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ നോക്കിക്കേ. ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ലാബലാണ്. ലാബൽ തന്നെയാണ് കറക്റ്റ് ആൻസർ. യെസ്, ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ലാബൽ. ഓപ്ഷൻ സി. ടാഗ്, ടെക്സ്റ്റ്, ലാബൽ, സ്പാൻ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ലാബൽ ഫോർ എലമെന്റ് എന്ന് പറഞ്ഞാൽ ലാബൽ തന്നെയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 22. ക്വസ്റ്റ്യൻ 22 നോക്കിയേ. വാട്ട് ഡസ് ദ സെലക്ട് ടാഗ് ഡു? ഈ സെലക്ട് ടാഗ് എന്നൊരു ടാഗ് ഉണ്ട്. അതെന്തിനാ യൂസ് ചെയ്യുന്നത്? ടാഗ് ഡു അതിന്റെ വർക്ക് എന്താണ്? എന്ത് യൂസ് ചെയ്യുന്നത്? ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യാനാണോ ചോദിച്ചിട്ടുണ്ട്. ഇനി ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ആണോ? ഡ്രോപ്പ് ഡൗൺ എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മളെ ഇപ്പൊ ഡിസ്ട്രിക്ട് ചൂസ് ചെയ്യാണെന്ന് വെച്ചേക്കാം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ അല്ലെ സ്റ്റേറ്റ് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ഒരു ആരോ ഉണ്ടാവും, ഡ്രോപ്പ് ഡൗൺ. നമ്മളത് ക്ലിക്ക് ചെയ്ത് ചൂസ് ചെയ്യും. ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ആണോ, ചെക്ക് ബോക്സ് ആണോ, ടിക്ക് ചെയ്യുന്ന ബോക്സിനാണോ യൂസ് ചെയ്യുക? ചെക്ക് ബോക്സ്, ഒരു ഫോമിനകത്ത് ചെക്ക് ബോക്സിനാണോ? ഇനി ബട്ടൺ ആണോ, സബ്മിറ്റ് ബട്ടൺ ആണോ, ടെക്സ്റ്റ് ബോക്സ് ആണോ? ടെക്സ്റ്റ് ആയിട്ട് നമ്മളിപ്പോ പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ്, ഇതാണോ ചോദിച്ചിട്ടുണ്ട്. സെലക്ട് ടാഗ് യൂസ് ചെയ്യുന്നത് ഇതിൽ ഏതാണ് സെലക്ട് ചെയ്യുക? ഡ്രോപ്പ് അല്ലേ? ഡ്രോപ്പ് ഡൗൺ ആണ് നമ്മൾ സെലക്ട് ചെയ്യുക. ഇത് ആര് കൊടുക്കുമ്പോൾ നമുക്ക് കുറെ ലിസ്റ്റ് താഴെ വരും, അതിനകത്ത് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് യൂസ് ചെയ്യുക. അപ്പോൾ ഈ സെലക്ട് ടാഗ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഓപ്ഷൻ ബി ആണ്. ക്രിയേറ്റ് എ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്. ക്രിയേറ്റ് എ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്. ക്രിയേറ്റ് എ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി. ഓക്കെ, ക്വസ്റ്റ്യൻ 23 നോക്കി. വിച്ച് ടാഗ് യൂസ്ഡ് ഫോർ ഇൻസേർട്ടിങ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇൻ എ വെബ് പേജ്? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. വിച്ച് ടാഗ് യൂസ്ഡ് ടു ഫോർ ഇൻസേർട്ടിങ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇൻ എ വെബ് പേജ്? ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇൻ എ വെബ് പേജ് ഏത് ടാഗ് ആണ്? വിച്ച് ടാഗ് യൂസ്ഡ് ടു ഫോർ ഇൻസേർട്ടിങ് എ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇൻ എ വെബ് പേജ്? മ്യൂസിക് ഉണ്ട്, സൗണ്ട് ഉണ്ട്, ഓഡിയോ ഉണ്ട്. നെക്സ്റ്റ് വരുന്നത് BG സൗണ്ട് ഉണ്ട്. BG
സൗണ്ട് ഉണ്ട്. മ്യൂസിക് ഉണ്ട്, സൗണ്ട് മ്യൂസിക് ഉണ്ട്, സൗണ്ട് ഉണ്ട്, ഓഡിയോ ഉണ്ട്, BG സൗണ്ട്. ഏതാണ് കറക്റ്റ് ആൻസർ? ഓർത്തിരിക്കുക, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ വെബ് പേജ് ആണ്. മ്യൂസിക്, സൗണ്ട്, ആഡിയോ. ഇത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആഡിയോ ആണ്. കാരണം ഇൻസേർട്ടിങ് എ മ്യൂസിക് ആണ് ചോദിച്ചിരിക്കുന്നത്. മ്യൂസിക് വരുമ്പോഴത്തേക്ക് ഓഡിയോ ആണ് കറക്റ്റ് ആൻസർ. ഓഡിയോ ആണ് കറക്റ്റ് ആൻസർ. ഓഡിയോ. അപ്പൊ മ്യൂസിക് അല്ല, സൗണ്ട് അല്ല, BG സൗണ്ടും അല്ല. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓഡിയോ. ഓക്കെ, ഓഡിയോ ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ.